നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുവാൻ പോകുന്ന വിഷയം നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന് ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകും എങ്ങനെ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങൾ ഈ ചാനൽ കാണുന്നുവെങ്കിൽ, ഈ വീഡിയോ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ദിലീപിൻ്റെ സിനിമാ ഭാവി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണല്ലോ. നടിയെ ആക്രമിക്കപ്പെട്ട കേസ് അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ദിലീപിൻ്റെ രാമലീല എന്ന ചിത്രം റിലീസായത്. ഒരു തികഞ്ഞ വിവാദ പുരുഷനായി നിൽക്കുമ്പോഴും രാമലീല നേടിയ വൻ വിജയം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് 6-7 വർഷമായി ഒരു വൻ ഹിറ്റ് കൊടുക്കുവാൻ ദിലീപിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദിലീപ് തികച്ചും കുറ്റവിമുക്തനായി പുറത്തു വന്നിരിക്കുന്നു. ഒരു ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ലാലേട്ടനെ കൂട്ടുപിടിച്ചെത്തിയ പപ്പപ്പ എന്ന ചിത്രവും ദിലീപിനും പ്രേക്ഷകർക്കും വൻ നിരാശയാണ് സമ്മാനിച്ചത്. ഇതോടെ എനിക്ക് വ്യക്തമായി അറിയാം, ഒരു ശരാശരി മനുഷ്യനെന്ന നിലയിൽ ദിലീപ് ശരിക്കും പതറിയിരിക്കും. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി എന്തു ചെയ്താലാണ് ഒന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുക? സിനിമാ അഭിനയം പൂർണ്ണമായി നിർത്തിയാലോ എന്ന് പോലും ദിലീപ് ആലോചിച്ചിട്ടുണ്ടാവും. തീർച്ച. ആര് എന്തൊക്കെ പറഞ്ഞാലും ഫീൽഡ് ഔട്ടാക്കി മാറ്റി നിർത്തപ്പെടേണ്ട ഒരു നടനല്ല ദിലീപ്. ദിലീപിനെ കുറ്റക്കാരനാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റും നിയമവ്യവസ്ഥയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ദിലീപ് കൂളായി ഊരിപ്പോന്നല്ലോ. പലരും പറയുമായിരിക്കും പണത്തിൻ്റെ മുകളിലാണ് ദിലീപ് രക്ഷപ്പെട്ടതെന്ന്. എന്നാൽ ദിലീപിനേക്കാൾ പണവും സ്വാധീനവുമുള്ള എത്രയോ പേർ ഇപ്പോഴും ജയിലുകളിൽ കഴിയുന്നു. അതിന് ഉദാഹരണമാണ് ഗേറ്റ് തുറക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ അതിക്രൂരമായി ചവിട്ടിക്കൊലപ്പെടുത്തിയ ഒരു വ്യവസായി. അയാളുടെ പേര് കറക്റ്റായി ഓർക്കുന്നില്ല. കുറേ പേർ ശത്രുക്കളായി ഉണ്ടെങ്കിലും അതിലേറെ പേർ ദിലീപിന് മിത്രങ്ങളായും ഉണ്ട്. അവരുടെ പ്രാർത്ഥന ഒന്ന് കാരണമായിരിക്കാം ഈ ഊരാക്കുടുക്കിൽ നിന്നും ദിലീപ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്നത്. നടൻ കൊച്ചിൻ കനീവയുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ ഒറ്റപ്പെട്ടുപോയ അവരുടെ ഭാര്യയും 2 ഇരട്ട കുഞ്ഞുങ്ങളും. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും പൃഥ്വിരാജും ഒക്കെ തുടങ്ങി വമ്പന്മാരുണ്ടായിട്ടും ആപൽഘട്ടത്തിൽ അവർക്ക് തുണയായത് ദിലീപാണ്. അതുപോലെ നടി KPAC ലളിതയുടെ കാര്യം. KPAC ലളിതയുടെ മകളുടെ കല്യാണ ഘട്ടത്തിൽ വല്ലാത്ത വിഷമഘട്ടത്തിൽ നിന്ന ലളിത ചേച്ചിക്ക് ആപൽഘട്ടത്തിൽ ഒരു ദൈവദൂതനെ പോലെ വന്ന് സഹായമെത്തിച്ചത് ദിലീപാണ്. ലോകിതദാസിൻ്റെ കുടുംബത്തെയും ദിലീപ് കാര്യമായി സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് എല്ലാവരും ദിലീപിനെ ഒരു ക്രൂരനായി ചിത്രീകരിക്കുമ്പോഴും ദിലീപിലെ നന്മയുടെ വശങ്ങൾ പറയുവാനാണ്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ദിലീപിന് ഒരു തിരിച്ചുവരവ് സാധ്യമാണ്. അത് എങ്ങനെ എന്നാണ് പറയുവാൻ പോകുന്നത്. ശരിക്കും കളം മാറ്റി ചവിട്ടിയാൽ മാത്രമേ ദിലീപിന് ഇനി രക്ഷപ്പെടാൻ കഴിയൂ. ഷാജി കൈലാസിൻ്റെ മകൻ ജഗൻ ഷാജി കൈലാസിൻ്റെ പടത്തിൽ ദിലീപ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തെറ്റായ തീരുമാനമെന്ന് എനിക്ക് പറയുവാൻ കഴിയൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പടം പൂർത്തിയായി കഴിഞ്ഞല്ലോ. അതുപോലെ ഉടനെ തുടങ്ങുമെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്ത പറക്കും പപ്പൻ എന്ന പടം ഇപ്പോൾ തുടങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു പടം വന്നാൽ അത് ദിലീപിന് ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ചെയ്യൂ. 6-7 വർഷമായി ദിലീപിൻ്റെ പടങ്ങൾ തുടരെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ദിലീപിനുള്ള ദേഷ്യം കൊണ്ടല്ല ദിലീപിൻ്റെ പടങ്ങൾ പൊട്ടുന്നത്, ദിലീപിൻ്റെ പടത്തിൻ്റെ നിലവാരം ഇല്ലായ്മ കൊണ്ടാണ്. തൽക്കാലം ദിലീപ് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ചെയ്യുന്നത് കുറച്ചു കാലത്തേക്ക് നിർത്തിവെക്കുക. 5 കോടി 10 കോടിയിൽ നിൽക്കുന്ന ലോ ബഡ്ജറ്റ് പടങ്ങൾ ചെയ്യുക. ദിലീപിൻ്റെ സ്ഥിരം ടീമിനെ ഒഴിവാക്കി പുതിയ ആൾക്കാരെ അവതരിപ്പിക്കുക. പുതിയ ജനറേഷൻ വരുമ്പോൾ അവരുടെ കയ്യിൽ ശക്തമായ മരുന്നുണ്ടാവും. ദിലീപിനെ പോലെ ഒരു നടനെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടാവും. പഴയ ചളി കോമഡി സീനുകൾ ഒഴിവാക്കി കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആവുക. ചെറുപ്പക്കാരനായി മാത്രമേ അഭിനയിക്കൂ എന്ന വാശി മാറ്റി കുറച്ചുകൂടി മെച്ചേർഡായ വേഷങ്ങൾ അഭിനയിക്കുക. ഇനി പടങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന യുവതാരങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചു കാലത്തേക്ക് സൂപ്പർ താരങ്ങളെ കൂട്ടുപിടിച്ച് അഭിനയിക്കുന്നത് നിർത്തുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ ദോഷമേ ചെയ്യൂ. എനിക്കുറപ്പുണ്ട്, നല്ലൊരു സൂപ്പർ ഹിറ്റ് നൽകുവാൻ കഴിഞ്ഞാൽ ദിലീപിൻ്റെ ഇപ്പോഴത്തെ ഇമേജെല്ലാം മാറി പറയും. ലാലേട്ടനെയും നിവിൻ പോളിയെയും തെറി വിളിച്ചവർ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത് നാം കാണുന്നില്ലേ? പുതിയവരുടെ സബ്ജക്റ്റുകൾ കൊണ്ട് മാത്രമേ ദിലീപിന് രക്ഷപ്പെടുവാൻ സാധിക്കൂ. എൻ്റെ ഈ എളിയ കാര്യം പരിഗണനയിലെത്താൻ ദിലീപേട്ടന് വീണ്ടും രക്ഷപ്പെടുവാൻ സാധിക്കും. ഓക്കെ, ദിലീപേട്ടൻ ശക്തമായി തിരിച്ചു വരട്ടെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.